എല്ലാ ചൊവ്വാഴ്ചകളിലും ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലാണ് എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് പിന്നിലെ കഥ പറയാം. മൈസൂർ കടുവ എന്നറിയപ്പെട്ട ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് കേരളത്തിലെ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പലതും തകർക്കപ്പെട്ടിരുന്നു. അവയിൽ പലതിലും ഇന്നും അത്തരം പാടുകൾ നമുക്ക് അവശേഷിക്കുന്നതായി കാണാൻ സാധിക്കും. ഗുരുവായൂർ ക്ഷേത്രവും അത്തരത്തിൽ തകർക്കപ്പെടുമോ എന്നൊരു സംശയം നാട്ടുകാരായ ഹിന്ദുക്കൾക്ക് തോന്നി. അവർ ക്ഷേത്രം ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയെയും തന്ത്രി, ശാന്തിക്കാർ, കഴകക്കാർ തുടങ്ങിയവരെയും വിവരമറിയിച്ചു. തുടർന്ന് സുരക്ഷിതമായ ഒരു സ്ഥാനം അന്വേഷിച്ച് അവർ കണ്ടെത്തിയത് കേരളത്തിലെ തന്നെ മറ്റൊരു പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. അതിനാൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയുടെ അനുമതി വാങ്ങിയാണ് അമ്പലപ്പുഴയിലേക്ക് വിഗ്രഹം കൊണ്ടുപോയത്. അവിടെ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുണ്ടായിരുന്ന പഴയ ചെമ്പകശ്ശേരി രാജവംശത്തിന്റെ കൊട്ടാരത്തിൽ 1748 ഈ ചെമ്പകശ്ശേരി എന്ന് പറയുന്ന രാജ്യം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കി തിരുവിതാംകൂറിൽ ലയിപ്പിച്ചിരുന്നു. അവിടെ പ്രത്യേകം തീർത്ത ശ്രീകോവിലിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അതിനോട് ചേർന്നൊരു തിടപ്പള്ളിയും അടുത്തൊരു കിണറും കൂടി പണിയിച്ചു. ഇന്നും അമ്പലപ്പുഴയിൽ ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും എല്ലാം ഉണ്ട്. ഇന്ന് ആ സ്ഥലം അമ്പലപ്പുഴ ഗുരുവായൂർ നട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റൊന്നുകൂടി പറയാം. അമ്പലപ്പുഴയിൽ ഉച്ചയ്ക്ക് പാൽപ്പായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കും. ഇത് ഗുരുവായൂരപ്പന്റെ പ്രതീകമായിട്ടാണ് വിശ്വസിച്ചു വരുന്നത്. 1716 ഡച്ചുകാർ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ച് ക്ഷേത്രത്തിലെ വിലപിടിച്ച വസ്തുക്കളും സ്വർണ്ണ കൊടിമരവും കൊള്ളയടിച്ച് വടക്കേ ഗോപുരത്തിന് തീവെച്ചു. ക്ഷേത്രം 1747 പുനരുദ്ധരിച്ചു. 1755 സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ ഡച്ചുകാർ തൃക്കുന്നവായ് ക്ഷേത്രം നശിപ്പിച്ചു. ഇവിടെ നിന്നും ബ്രാഹ്മണർ പലായനം ചെയ്തു. പിന്നീട് സാമൂതിരി ഗുരുവായൂരിനെയും തൃക്കുന്നവായ് ക്ഷേത്രത്തിന്റെയും സംരക്ഷകനായി. ഈ ക്ഷേത്രങ്ങളിലെ മേൽക്കോയ്മ സാമൂതിരിക്കായി. 1766 മൈസൂരിലെ ഹൈദരലി കോഴിക്കോടും ഗുരുവായൂരും പിടിച്ചടക്കി. ഗുരുവായൂർ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ ഹൈദരലി 10,000 പണം കപ്പം ചോദിച്ചു. ഈ സംഖ്യ നൽകിയെങ്കിലും അരക്ഷിതാവസ്ഥയെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു. മലബാർ ഗവർണറായിരുന്ന ശ്രീനിവാസ റാവുവിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഹൈദരലി ദേവതയെ നൽകുകയും ക്ഷേത്രം നാശോന്മുഖമാവാതെ ഇരിക്കുകയും ചെയ്തു. 1789 ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ സാമൂതിരിയുടെ സാമ്രാജ്യം ആക്രമിച്ചു. മുൻപ് പല ക്ഷേത്രങ്ങളും ടിപ്പു സുൽത്താൻ നശിപ്പിച്ചിരുന്നു. ടിപ്പുവിന്റെ ആക്രമണത്തെ ഭയന്ന് മൂർത്തിയും ഉത്സവ വിഗ്രഹവും മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഒതുക്കനും ചേർന്ന് അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ടിപ്പു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോവിലുകൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീ വയ്ക്കുകയും ചെയ്തു. എങ്കിലും പെട്ടെന്നുണ്ടായ പെരുമഴയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെയും തുടർന്ന് ക്ഷേത്രം രക്ഷപ്പെട്ടു. പിന്നീട് 1792 സാമൂതിരിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു. പിന്നീടാണ് അമ്പലപ്പുഴയിൽ സംരക്ഷിച്ചിരുന്ന മൂർത്തിയെയും ഉത്സവ വിഗ്രഹത്തെയും 1792 സെപ്റ്റംബർ 17 പുനഃസ്ഥാപിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് 5000 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്നാണ് വിശ്വാസം. ആദ്യകാലത്ത് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു എന്നും പിന്നീട് ബുദ്ധക്ഷേത്രമായി മാറി എന്നും കേൾക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ കൃതി 14-ാം നൂറ്റാണ്ടിലെ തമിഴ് പുസ്തകമായ കോക സന്ദേശമാണ്. ഇതിൽ കുരുവായൂർ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുനാവായ കഴിഞ്ഞാൽ പ്രാധാന്യം കൊണ്ട് രണ്ടാമത് വരുന്നത് തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിലുള്ള ഗുരുവായൂർ ക്ഷേത്രമാണ്. തളർവാദ രോഗശാന്തിക്ക് പുകൾപെറ്റ ഈ ഹൈന്ദവ ആരാധനാ കേന്ദ്രം എന്നാണ്. ഗുരുവായൂരിലെ വിഗ്രഹം മനുഷ്യനിർമ്മിതമല്ല. വൈകുണ്ഠത്തിൽ നിന്ന് മഹാവിഷ്ണു ബ്രഹ്മാവിന് കൊടുക്കുകയും ബ്രഹ്മാവ് അത് സുതപസിനും, സുതപസ് അത് കശ്യപനും, കശ്യപൻ അത് വസുദേവർക്കും, വസുദേവർ അത് ശ്രീകൃഷ്ണനും, ശ്രീകൃഷ്ണൻ അത് ഗോപികമാർക്കും കൊടുത്തു. പ്രളയകാലത്തിന് മുൻപായി ഭഗവാൻ ഉദ്ധവരോട് ഈ വിഗ്രഹം പ്രളയത്തിൽപ്പെട്ട് ഒഴുകി എവിടെയാണോ എത്തുന്നത് അവിടെ പ്രതിഷ്ഠിക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയണം എന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു. ഉദ്ധവർ അത് ബൃഹസ്പതിയോട് പറയുകയും അദ്ദേഹം അത് വന്നടിഞ്ഞ സ്ഥലത്ത് ആ കൃഷ്ണശിലാഞ്ജന വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതാണ് ഗുരുവായൂർ മഹാത്മ്യം. വായുവിന്റെ സഹായത്താലാണല്ലോ ആ വിഗ്രഹം കേരളത്തിലെത്തിയത്. പ്രതിഷ്ഠിച്ചതാവട്ടെ ദേവഗുരുവും. അപ്പോൾ രണ്ടാളും കൂടി ചേർന്നാണ് ഇത് അവിടെ പ്രതിഷ്ഠിതമാവാൻ കാരണം. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതിനാൽ ഗുരുവായൂർ. ന്യൂസ് ഡെസ്ക് കർമാനസ്.